മധ്യപ്രദേശിൽ അവിടെയുള്ളൊരു എം പിയുടെ മകൻ്റെ കല്യാണം, അതായത് ഇൻഡോർ എം പിയുടെ മകൻ്റെ കല്യാണം, 70 ലക്ഷം രൂപ പടക്കം പൊട്ടിച്ചു. ഇതൊക്കെ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യ സ്ഥിരമായിട്ടുള്ള സംഭവമാണ്. അത് വലിയൊരു ഇഷ്യൂ ആക്കി എടുത്തു. പൊല്യൂഷൻ അടുത്ത് വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ശ്രദ്ധിച്ചോണം. അതിനകത്ത് പട്ടാളക്കാർക്ക് ക്ലീൻ ചിട്ടുകൊണ്ട് പൊളിറ്റിക്കൽ ഡിസിഷനിലാണ് ഉണ്ടാകുന്നത് എന്ന് ഈ അർണബ് ഗോസ്വാമി അവിടെ ഇരുത്തി മുൻ പട്ടാളക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതി വരാൻ പോവുകയാണ്. അതായത് ഇവരമ്മി ഉടക്കായി നല്ല പോലെ. കാരണം മോദിയും കൂട്ടരും കംപ്ലീറ്റ് ആയിട്ട് അർണബ് ഗോസ്വാമിയും കൂട്ടരെ അങ്ങ് സൈഡിലേക്ക്. കാരണം അർണബ് എന്ന് പറയുന്നത് ബോംബെ ബേസ്ഡാണ്. ഡൽഹിയിലുള്ള ചാനൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. കാരണം അർണബ് പലയിടത്തും പറഞ്ഞു തരുന്നത് അയാളാണ് മോദിയെ സൃഷ്ടിച്ചത്, ഉണ്ടാക്കി ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതിനേക്കാൾ ഉപരി RSSുമായിട്ടുള്ള അർണബിൻ്റെ ബന്ധം. ബംഗ്ലാദേശ് ഇഷ്യൂവിനകത്ത് വേറെ ഇഷ്യൂ ഉണ്ടായി. ഒരിക്കലും പറ്റാത്ത സംഭവം എടുത്ത് വലിയ ക്യാമ്പയിൻ ചെയ്തു. എന്താണ് അത്? RSSന്റെ ഡിമാൻഡാണ്. അവിടെയുള്ള ഹിന്ദുക്കളെ ഇന്ത്യയിൽ കൊണ്ടുവരെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് വരെ തിരിച്ചയക്കുക നടക്കുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ നടക്കണം പെട്ടെന്ന്, കാരണം ഇഷ്യൂ ഉണ്ടാക്കുക. അത് പെട്ടെന്ന് RSSന്റെ പല ഇന്റലക്ച്വൽ ആനന്ദ് രംഗരാജൻ അങ്ങനെയുള്ള ഒത്തിരി ചള്ളചവറുണ്ട്, അവരെല്ലാം കൂടെ അതിനെ പിന്തുണയ്ക്കുന്നു. ഇപ്പം മനസ്സിലാക്കുക, ഈ അർണബ് ഗോസ്വാമി ഇപ്പോൾ പിന്തുണച്ചിരിക്കുന്ന RSS ഐഡിയോലോഗ് ആളുകളാണ് അർണബിനെ പിന്തുണയ്ക്കുന്നത്. BJPക്കാരല്ല. BJPയിലെ പല നേതാക്കളെയും ടാർഗറ്റ് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചോണം. ഇവരെല്ലാം കോൺഗ്രസിൽ നിന്ന് വന്നവരും ഈ പല സംഭവങ്ങളും മോദിയായിട്ട് അടുപ്പമുള്ളവരെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. RSSുമായിട്ട് അടുപ്പമുള്ളവരെ ടാർഗറ്റ് ചെയ്തിട്ടില്ല. സ്പെസിഫിക് ആണ് ഈ സംഭവം. അതായത് മോദിയെയും BJPയെയും ടാർഗറ്റ് ചെയ്യുക. അതായത് ഈ അർണബ് ഗോസ്വാമിയെ RSSുമായിട്ടുള്ള ബന്ധം, കാരണം അവർ തമ്മിൽ വലിയൊരു നാഷണലിസ്റ്റിക് ഒരു ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെ വെച്ച് സിമ്പോസിയം നടക്കുക, സെമിനാർ നടത്തുക, നാഷണലിസം നടത്തുക, അതിന് RSSന് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുക, മോദിയെ താറടിക്കുക. അതായത് മോദിയെ താറടിക്കുക എന്ന രീതിയിലോട്ട് അർണബ് ഗോസ്വാമി മാറിക്കൊണ്ടിരിക്കുക എല്ലാ രീതിയിലും. ഇതേപോലെ തന്നെയായിരുന്നു UPയെ ഭരിച്ചു കഴിയുമ്പോൾ 2G സ്കാം, കോൾ സ്കാം, അങ്ങനെ ഇഷ്ടംപോലെ സ്കാമുകൾ ഒരു സൈഡിൽ കൂടെ. മൻമോഹൻ സിംഗിൻ്റെ വെടി തീർത്തു കൊടുത്തു. ഇതേപോലെ ക്യാമ്പയിൻ നടത്തി മറ്റുള്ള ചാനലിനെ കൊണ്ട് വെടിപ്പിച്ചു. പിന്നീട് സോഷ്യൽ മീഡിയയിൽ കൂടെ സംഭവം ഉണ്ടായി. ഇതേപോലെ തന്നെ കേജ്രിവാളിനെ കൊണ്ടുവന്ന് കേജ്രിവാളിനെ അഴിച്ചുവിട്ടു, അതൊന്നും അല്ലാതാക്കി മാറ്റി. ഇപ്പോൾ അടുത്തത് ഈ പറയുന്ന മൻമോഹൻ സിംഗിനെ നശിപ്പിക്കുക, അടുത്തത് മോദിയെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്.